പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ഹ്യൂമൻ റൈറ്റ്സ് കൺസെപ്റ്റ്സ്, ഫൗണ്ടേഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് മീനിങ് ആണ് ആദ്യം വരുന്നത്. വില്യം എഡ്മണ്ട്സിൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ആമുഖ പുസ്തകത്തിൽ മനുഷ്യാവകാശങ്ങൾ അസാധാരണമായ സവിശേഷവും അടിസ്ഥാനപരവുമായ താൽപ്പര്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ഇത് അവരെ അവകാശങ്ങളിൽ നിന്ന്, പൊതുവെ ധാർമ്മിക അവകാശങ്ങളിൽ നിന്ന് പോലും വേർതിരിക്കുന്നുവെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മറ്റ് അവകാശങ്ങളിൽ നിന്ന് മനുഷ്യാവകാശങ്ങളെ വേർതിരിക്കുന്നുണ്ട്. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രാമുഖ്യം നേടുന്ന ഒരു പുതിയ തരം അവകാശങ്ങളാണ് മനുഷ്യാവകാശമെന്ന് റിച്ചാർഡ് ഫാക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഫലമായി അതിനൊരു പ്രാമുഖ്യം നേടുന്ന ഒരു പ്രത്യേക തരം അല്ലെങ്കിൽ ഒരു പുതിയ തരം അവകാശമാണ് മനുഷ്യാവകാശമെന്ന് റിച്ചാർഡ് ഫാക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ്. അതില്ലാതെ നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യവും നമ്മുടെ മാനുഷിക ഗുണങ്ങൾ, നമ്മുടെ ബുദ്ധി, കഴിവുകൾ, മനസാക്ഷി എന്നിവ പൂർണ്ണമായി വികസിപ്പിക്കാനും ഉപയോഗിക്കാനും നമ്മുടെ ആത്മീയവും മറ്റ് ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്താനും അനുവദിക്കുന്നതാണ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും അന്തസ്സും മൂല്യങ്ങളും ആദരവും സംരക്ഷണവും നൽകുന്ന ഒരു ജീവിതത്തിനായുള്ള മനുഷ്യരാശിയുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ മനുഷ്യാവകാശങ്ങളെ ചിലപ്പോൾ മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവിക അവകാശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. മൗലികമായോ അടിസ്ഥാനപരമായോ അവകാശങ്ങൾ എന്ന നിലയിൽ അവ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയോ സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ എടുത്തു കളയാൻ പാടില്ലാത്തതും പലപ്പോഴും ഒരു ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതുമാണ് ഇത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്വാഭാവിക അവകാശങ്ങൾ എന്ന നിലയിൽ അവർ അവരുടെ സ്വഭാവം അനുസരിച്ച് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വന്തമായാണ് കാണുന്നത്. അവയെ വിവരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം അവയെ പൊതുവായ അവകാശങ്ങൾ എന്ന് വിളിക്കുന്നതാണ്. കാരണം അവ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും പൊതുവായുള്ളതാണ് ഇത് മനുഷ്യാവകാശങ്ങൾ. മനുഷ്യാവകാശങ്ങൾ ഒരു നിയമനിർമ്മാണത്തിലൂടെയും സൃഷ്ടിക്കപ്പെടേണ്ടതല്ല. അവ ഓരോ മനുഷ്യനും അന്തർലീനവും പ്രകൃതിയാൽ നൽകപ്പെടേണ്ടതുമാണ്. അങ്ങനെ അവർ സ്വാഭാവിക അവകാശങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക രാഷ്ട്രങ്ങളും UN പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഈ അവകാശങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഈ അടിസ്ഥാന അവകാശങ്ങൾ അവരുടെ ഭരണഘടനയിലെ വ്യവസ്ഥകളാൽ സംരക്ഷിക്കപ്പെടുന്നു. അവ ഭേദഗതികളുടെ പ്രക്രിയയ്ക്ക് പോലും വിധേയമല്ല. ഓരോ വ്യക്തിയുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ കടമയും അവരെ ബഹുമാനിക്കാനുള്ള നിയമപരവും ധാർമ്മികവുമായ കടമയും സംസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യാവകാശങ്ങളോടും മൗലിക അവകാശങ്ങളോടും സ്വാതന്ത്ര്യങ്ങളുമുള്ള ആദരവും അതിനോടുള്ള ആചരണവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് UN അംഗങ്ങൾ സ്വയം പ്രതിജ്ഞാബദ്ധരാണ്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉത്കണ്ഠ, അവരുടെ അന്താരാഷ്ട്ര ചിന്താഗതി ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ വ്യത്യസ്തമായി നിർവചിക്കപ്പെടുന്നുണ്ട്. ചില എഴുത്തുകാർ പദപ്രയോഗത്തെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾ എന്നുള്ള ആ പദപ്രയോഗത്തെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സിറ്റ് പതിപ്പാണ്. കാരണം മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി മനുഷ്യൻ എന്നതിന് പകരം ഹുപ്പർ എന്ന പദമാണ് ബാക്സി ഇഷ്ടപ്പെടുന്നത്. അതിനാൽ മനുഷ്യാവകാശങ്ങൾ ഹുപ്പർ റൈറ്റ്സ് ആയി മാറുന്നു. UN മുൻ സെക്രട്ടറി ജനറൽ വുഡ്രോസ് സ്കാലിയുടെ അഭിപ്രായത്തിൽ മനുഷ്യാവകാശങ്ങൾ മാനവികതയുടെ ഒരു പൊതുഭാഷയാണ്. മില്ലെ വാദിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ എന്നത് ഓരോ മനുഷ്യനും മറ്റെല്ലാ മനുഷ്യർക്കും അവർക്കിടയിലുള്ള ബന്ധങ്ങൾ നൽകുന്നതും സാർവത്രിക ധാർമ്മിക ബാധ്യതകളെ പ്രതിദാനം ചെയ്യപ്പെടുന്നതുമാണ്. ജീവിക്കാനുള്ള അവകാശം, തെളിയിക്കപ്പെടാത്ത അക്രമങ്ങളിൽ നിന്ന് ഏകപക്ഷീയമായ ബലപ്രയോഗത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, സത്യസന്ധമായി ഇടപെടുക, ദുരിതത്തിൽ സഹായം സ്വീകരിക്കുക, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ബഹുമാനിക്കപ്പെടുക എന്നിങ്ങനെ ഈ അവകാശങ്ങളെ നമുക്ക് സംഗ്രഹിക്കാൻ പറ്റും.
മനുഷ്യജീവിതത്തിൻ്റെ നിർണായക പ്രാധാന്യമുള്ള ഏതെങ്കിലും സ്വാതന്ത്ര്യമോ നന്മയോ നേട്ടമോ ആകട്ടെ ഒരു അവകാശവാദമാണ് മനുഷ്യാവകാശമെന്ന് സൂസൻ മോളർ ഓക്കിൻ പ്രസ്താവിക്കുന്നുണ്ട്. ലൂയിസ് ഹെൻകിൻ്റെ അഭിപ്രായത്തിൽ അവകാശങ്ങളുടെ യുഗമെന്ന് നിർവചിക്കപ്പെടുന്നു. മനുഷ്യാവകാശങ്ങൾ സമൂഹത്തിലെ വ്യക്തികളുടെ അവകാശങ്ങളാണ്. ഓരോ മനുഷ്യനും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സമൂഹത്തിന്മേൽ നിയമാനുസൃതവും സാധുതയുള്ളതും ന്യായാത്മകവുമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അന്താരാഷ്ട്ര ഉപകരണങ്ങളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക ക്ലെയിമുകൾ വ്യക്തിഗത ക്ഷേമത്തിനും അന്തസ്സിനും പൂർത്തീകരണത്തിനും അത്യന്താപേക്ഷിതമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അത് നീതി, ന്യായം, മാന്യത എന്നിവയുടെ സാമാന്യ ബോധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇനി വരുന്നത് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അവരുടെ സമകാലിക പ്രകടനത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്നത് 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ശേഷം അന്താരാഷ്ട്ര ആഭ്യന്തര നിയമങ്ങളിലൂടെ ഔപചാരികമായി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിപരവും കൂട്ടായതുമായ അവകാശങ്ങളുടെ ഒരു കൂട്ടമാണ്. എന്നിരുന്നാലും വാദങ്ങളും സിദ്ധാന്തങ്ങളും സംരക്ഷണങ്ങളും അത്തരം അവകാശങ്ങളുടെ ലംഘനങ്ങളും വളരെ കാലമായിട്ട് നിലവിലുണ്ട്. എന്നാൽ സാർവത്രിക പ്രഖ്യാപനത്തിന് ശേഷം അവയുടെ വ്യക്തമായ നിയമപരിരക്ഷയുടെ പരിണാമം അതിവേഗം വളർന്നു. ഇന്ന് സാർവത്രിക പ്രഖ്യാപനത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ വർദ്ധിച്ചുവരുന്ന ദേശീയ രാഷ്ട്രങ്ങൾ ഒരു കക്ഷിയായതുകൊണ്ട് സിവിൽ, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക എന്നീ വിഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട മനുഷ്യാവകാശങ്ങളുടെ കാതലായ ഉള്ളടക്കം നിർവചിക്കുന്നുണ്ട്. ഇനി വരുന്നത് കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇന്ന് എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിക്കുന്നു വിവിധ തലത്തിലുള്ള അവകാശങ്ങൾക്കിടയിൽ മുൻഗണന നൽകേണ്ടതില്ല എന്ന കാര്യം. വ്യത്യസ്ത തലത്തിലുള്ള അവകാശങ്ങൾ പരസ്പര ശക്തിപ്പെടുത്തുന്നതിനായി കണക്കാക്കപ്പെടുന്നു. മെച്ചപ്പെട്ട പോഷകാഹാരം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലും നിയമവാഴ്ചയിലും പുരോഗതിയിലേക്ക് നയിക്കും. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കൂട്ടായ്മയ്ക്കും ഭക്ഷണം, ആരോഗ്യം, ജോലി എന്നിവയ്ക്കുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയും. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കാനുള്ള അത്തരമൊരു ആഗ്രഹത്തിൻ്റെ യുക്തി ഉണ്ടായിരുന്നിട്ടും ശരിയായ മനുഷ്യാവകാശങ്ങൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള പരമ്പരാഗത അനുമാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി റൈറ്റ് ടു ഫുഡ്. പ്രഭാത ഭക്ഷണത്തോടെയാണ് മനുഷ്യാവകാശങ്ങൾ ആരംഭിക്കുന്നത്. സെനഗലിൻ്റെ മുൻ പ്രസിഡന്റ് ലിയോപോൾഡ് സെൻഗോറിൻ്റെ ഈ ഒരു പരാമർശം പലരെയും ആശങ്കയോടെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചു. ഭക്ഷണത്തിനുള്ള അവകാശം നിലനിൽക്കുന്നത് സർക്കാർ എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം നൽകണമെന്നല്ല. ഭക്ഷണത്തിനുള്ള അവകാശം എന്നത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ സങ്കീർണമായ ബാധ്യതകളുടെ ചുരുക്കെഴുത്താണ്. അതിൽ ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുകയും ക്ഷാമത്തിനും വിതരണ പ്രശ്നങ്ങൾക്കും ആസൂത്രണം ചെയ്യലും ഉൾപ്പെടുന്നു. ഉടനടിയുള്ള ബാധ്യതകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒന്നാമതായി, സർക്കാർ ഭക്ഷ്യസുരക്ഷയെ തുരങ്കം വയ്ക്കുന്നത് ഒഴിവാക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുകയും വേണം. പ്രത്യേകിച്ച് അന്യായമായ വിളകൾ നശിപ്പിക്കുന്നതിലൂടെയോ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിലൂടെയോ ഭക്ഷണത്തിനുള്ള അവകാശത്തിൻ്റെ ലംഘനം ഉണ്ടാവാൻ പാടില്ല. കൂടാതെ ഭക്ഷണത്തിൻ്റെ ലഭ്യതയുടെ കാര്യത്തിൽ പൗരന്മാരെ മാനിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. രണ്ടാമത്തെ ലെവൽ ബാധ്യത എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനുള്ള അവകാശം സംരക്ഷിക്കാനുള്ള കടമയാണ്. മറ്റ് അഭിനേതാക്കളിൽ നിന്ന് ഭക്ഷണത്തിനുള്ള അവരുടെ അവകാശങ്ങൾ ഇടപെടുന്നതിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് കടമയുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഭൂമിയുമായി അടുത്ത സാംസ്കാരിക ബന്ധമുള്ളവർക്ക്, തദ്ദേശീയരെ പോലുള്ളവർക്ക് ഭൂമിയുടെ അവകാശം ഉറപ്പാക്കണമെന്ന് സംസ്ഥാനം ഗ്യാരണ്ടി ആവശ്യപ്പെടാം. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ നിറവേറ്റുന്നതിനും സഹായിക്കുന്നതിനും സുഗമമാക്കുന്നതിനും അല്ലെങ്കിൽ നൽകുന്നതിനുമുള്ള ഒരു ബാധ്യതയായി വ്യത്യസ്തമായി പ്രകടിപ്പിക്കുന്നു എന്നർത്ഥം. അതായത് ഒരു വശത്ത് തൊഴിൽ ഉത്തേജിപ്പിക്കുന്നതിലൂടെയും ഭൂപരിഷ്കരണത്തിൽ ഏർപ്പെടുന്നതിലൂടെയും ഗതാഗത സംഭരണ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയും ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള വിഭവങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഭക്ഷണത്തിലേക്കുള്ള പ്രവേശനം ശക്തിപ്പെടുത്തുക എന്നതാണ്. മറുവശത്ത് വ്യക്തി തൊഴിലില്ലായ്മ, രോഗം, വൈകല്യം, വിധവ, വാർദ്ധക്യം അല്ലെങ്കിൽ മറ്റ് അഭാവങ്ങൾ എന്നിവയ്ക്ക് വിധേയമാകുന്ന സാർവത്രികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംസ്ഥാനത്തിന് ഭക്ഷണമോ സാമൂഹിക സുരക്ഷയോ നൽകേണ്ടി വന്നേക്കാം. അവൻ്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഉപജീവന മാർഗങ്ങൾ നൽകേണ്ടി വന്നേക്കാം. ഇതാണ് സർക്കാരിൻ്റെ ബാധ്യതയായിട്ട് പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.